CPI 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ ചെങ്കൊടി ഉയർന്നു. പൊതുസമ്മേളനം ആരംഭിച്ചു. വിവരങ്ങളുമായി വിഷ്ണു ചണ്ഡീഗഡിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, പൊതുസമ്മേളനത്തിന് തുടക്കമായോ? നേരത്തെ അല്പസമയം മുമ്പ് ചണ്ഡീഗഡിനെ ചുവപ്പിച്ച് ബഹുജന മാർച്ച് നടന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ കാഴ്ചകൾ, വിവരങ്ങൾ എന്താണ്? മനു, മോഹാലിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ചണ്ഡീഗഡിലേക്കുള്ള ബഹുജന മാർച്ചിന് ശേഷം ഇപ്പോൾ പൊതുസമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 800ഓളം പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. അല്പം മുന്നെയാണ് പൊതുസമ്മേളനം തുടക്കമായത്. നേരത്തെ പറഞ്ഞിരുന്നത് 11 മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കുമെന്നതാണ്. പക്ഷേ ആളുകൾ ഇങ്ങോട്ടേക്ക് റാലിയെ എത്തുന്നത് വീണ്ടും ഒരുപാട് സമയം ഇവരുടെ റാലി നീണ്ടു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 11 മണിക്ക് തുടങ്ങേണ്ട പൊതുസമ്മേളനം ഇപ്പോൾ 1 മണിയോട് കൂടിയാണ്, 1 മണിക്ക് ശേഷമാണ് പൊതുസമ്മേളനം തുടങ്ങാനായത്. ഈ പൊതുസമ്മേളനം ഇന്ന് പൊതുസമ്മേളനം മാത്രമായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം നാളെ പൊതുസമ്മേളനം നാളെയാണ് ആരംഭിക്കുക. നാളെ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ എല്ലാ ഇടതു പാർട്ടി നേതാക്കളും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. CPIM, CPIML, RSP, ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടി നേതാക്കളൊക്കെ തന്നെ നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ നമ്മളോട് നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. ആനി രാജ, ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ സംസാരിക്കുമ്പോൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്നതാണ്. കാരണം നിലവിൽ മോദി സർക്കാരിൻ്റെ കീഴിൽ വലിയ തലത്തിൽ ഫാസിസത്തിലേക്ക് രാജ്യം കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെടേണ്ട അത്രയും അനിവാര്യമായ സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഈ ഒരു പാർട്ടി സമ്മേളനം കടന്നു പോകുന്നത് എന്നൊരു കാര്യമാണ് ആനി രാജയായാലും ബിനോയ് വിശ്വമായാലും ഒക്കെ നമ്മളോട് രാവിലെ സംസാരിച്ചത്. അതോടൊപ്പം 25-ാം തീയതി വരെയാണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുന്നത്. 25-നാണ്. അന്ന് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ്, സെക്രട്ടേറിയറ്റ്, നാഷണൽ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പും 25-ാം തീയതി നടക്കും. ആ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് CPI 25-ാം പാർട്ടി കോൺഗ്രസിന് സമാപനമാവുക. മനു, വിഷ്ണു ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. CPI പാർട്ടി കോൺഗ്രസിന് തുടക്കമായിരിക്കുന്നു. അല്പസമയത്തിനകം പൊതുസമ്മേളനം ആരംഭിക്കും. ചണ്ഡീഗഡിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടത്.